അൽ-കഹ്ഫ് സൂറത്തിന്റെ അവസാനമുണ്ട് വൽബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. ബാഖിയാതുസ് സ്വാലിഹാത്ത് അറബിക് കോളേജ് ഉണ്ട് വെല്ലൂര്. ബാക്കവിയാണ് കോളേജ്. തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് ബാഖിയാതുസ് സ്വാലിഹാത്ത് അറബിക് കോളേജ് ഉള്ളത്. പാനി ഹസരത്ത് എന്ന മഹാനുഭാവനാണ് ആ കോളേജ് ഉണ്ടാക്കിയത്. ഒരുപാട് ആലിമീങ്ങൾക്ക് ജന്മം നൽകിയ കോളേജാണ് വെല്ലൂർ ബാഖിയാതുസ് സ്വാലിഹാത്ത് അറബിക് കോളേജ്. പാനി ഹസരത്ത് കോളേജ് ഉണ്ടാക്കിയതിനു ശേഷം എന്താ പേരിടാന്നൊരു സംശയം. പല പേരും ഇങ്ങനെ ചർച്ച ചെയ്ത് നോക്കി, നമുക്ക് അത് ഇട്ടാലോ ഇത് ഇട്ടാലോ ഒന്നൊരു സുഖം കിട്ടണില്ല. അവസാനം മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് കടന്നിറങ്ങി. അപ്പൊ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. ഈ ആയത്തായിരുന്നു സ്വപ്നം കണ്ടത്. വൽബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. വൽബാഖിയാതുസ് സ്വാലിഹാതു എന്നെന്നും ബാക്കിയാകുന്ന സ്വാലിഹായ അമൽ ഖൈറുൻ ഇൻദ റബ്ബിക അതാണ് നിങ്ങളുടെ അടുക്കൽ ഏറ്റവും ഖൈറായ അമൽ എന്ന ആയത്ത് സ്വപ്നം കണ്ടപ്പോഴാണ് ബാഖിയാതുസ് സ്വാലിഹാത്ത് എന്ന് പേരിട്ടത്. ആ ബാഖിയാതുസ് സ്വാലിഹാത്തിന്റെ തഫ്സീറിൽ കാണാം എന്താണ് എന്നെന്നും ബാക്കിയാവുന്ന അമല്. അവിടെ ഉണ്ട്, തഫ്സീറിൽ കാണും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സഖീലതാനി ബിൽ മീസാൻ ഖഫീഫതാനി അലൽ ലിസാൻ. പറയാൻ എളുപ്പമുള്ള വാക്കാണ്, എന്നാൽ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും അധികം ഭാരം തോന്നുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ. ഇങ്ങനെ കുറേ സാധനം സ്വർഗത്ത് പോകണമെന്ന് വിചാരിച്ചാൽ പോകാന്നുള്ളതാണ് സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത. ഞാൻ എന്തായാലും സ്വർഗത്ത് പോയ അടങ്ങുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അവൻ പോയിരിക്കും. അല്ല ഞാൻ അപ്പൊ ഏതായാലും ഞാൻ അതിന്റെ കുട്ടികളെങ്കിലും ഒന്ന് സ്വർഗത്ത് പോയ അപ്പൊ കുട്ടികൾ വരിക്കോളും നരകത്തിൽ ചാടേണ്ടല്ലോ. തന്നെ ആദ്യം അവനാ തീരുമാനിക്കണം എനിക്ക് പോകാണ്ട്. സ്വർഗത്ത് പോകണം തീരുമാനിച്ചാൽ എന്താ ഉണ്ടാവുക? സ്വർഗത്ത് പോണെന്ന് മക്കത്ത് പോണെന്ന് ഒരാൾ തീരുമാനിച്ചു, എന്താ ഉണ്ടാവുക? മക്കത്തേക്ക് പോണെന്ന് ഒരാൾ തീരുമാനിച്ചാല് എന്ത് സാധനം കാണുമ്പോഴും അതിനെങ്ങനെ മക്കനെ ഇങ്ങനെ അടുപ്പിക്കും. മദീനത്ത് പോകാൻ ഒരാൾക്ക് തീരുമാനം ഉണ്ടെങ്കിൽ, ഭയങ്കര തീരുമാനമാണെങ്കിൽ എന്തൊരു സാധനം കണ്ടാലും അതും മദീനയും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. ഒരു മുസല്ല കണ്ടാല് ഈ മുസല്ല മദീനത്ത് നിന്ന് കൊടുക്കുന്നതാണോ ചോദിക്കും. മദീനയുമായി ഒരാൾക്ക് ശക്തമായ ബന്ധം ഉണ്ടെങ്കിൽ കാണുന്ന എല്ലാ സാധനങ്ങളെയും മദീനയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കും. ഞാനെന്നെ പറയുന്നത് എല്ലാവരും ഞാനേ സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, അപ്പോ സ്വർഗത്തിലേക്ക് പോവണമെന്ന് ഒരാൾക്ക് ലക്ഷം മുമ്പ് കിട്ടാണെങ്കിൽ നമുക്ക് ലക്ഷം മുമ്പ് കിട്ടാണെങ്കിൽ അവിടെ സ്ഥലം കുറവുണ്ട്. അവിടെ സ്ഥലം നമ്മളെല്ലാവരും അല്ലാഹു ഹസനാത്തിന്റെ പരിപാടിയിൽ കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ, ഒരാൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് അതിശക്തമായ ആഗ്രഹം ഉണ്ടെങ്കിൽ കാണുന്ന സാധനമൊക്കെ അവൻ സ്വർഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ ആദ്യം ചെയ്യാം. ഉദാഹരണമായിട്ട് ഒരാൾക്ക് മദീനത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാവ കൊണ്ടുവരുന്ന പാത്രം കണ്ടാൽ ഇത് ആരെയും മദീനത്ത് നിന്ന് കൊണ്ടുവന്നാണാവണമെന്നാണ് ആദ്യം ചിന്തിക്കുക. എന്തൊരു വിഷയവുമായാണോ ഒരാൾക്ക് ഹൃദയത്തിന്റെ ബന്ധം, അയാൾ കാണുന്ന എല്ലാ വസ്തുക്കളെയും അതിലേക്ക് ബന്ധപ്പെടുത്തിയാണ് ആഗ്രഹിക്കുക. ഫസ്റ്റ് വേണ്ടത് നമുക്ക് സ്വർഗത്തെ ഹൃദയം കൊണ്ട് ബന്ധമുണ്ടെങ്കിൽ കാണുന്ന എല്ലാ സാധനവും സ്വർഗവുമായി ബന്ധപ്പെടുത്തും. കോയക്കുടി സാർ ബഹ്റൈനിൽ തന്നെയാണ് വന്നപ്പോൾ പറഞ്ഞത് തോന്നുന്നത് അല്ലേ? കടലിന്റെ നടുക്കിൽ കൂടി എങ്ങനെ പാലം കണ്ടപ്പോ ഈ സ്വർഗത്തില് അരുവികളുണ്ട്,
എന്നൊക്കെ പറഞ്ഞതിനെ പറ്റി ഞാൻ അങ്ങനെ ആലോചിക്കുന്നു. സന്ദർഭികമായി ഇന്ന് പോയതിന്റെ 2 ദിവസം കൂടിയാണ്. അള്ളാഹുവയുടെ ദർജ ഉയർത്തി കൊടുക്കുക. അപ്പൊ ഒരു മനുഷ്യന് എന്തിനേറ്റാണോ ബന്ധം, കാണുന്ന സാധനം അതിലേക്ക് ബന്ധപ്പെടുത്തുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി തങ്ങളുടെ അടുക്കൽ വന്നു. ഒരിക്കൽ ഒരു സഹാബി നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിൽ പാട്ടുണ്ടാവുമോ? ഇന്നി ഉഹിബ്ബുസ് സമാ, എനിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് നബിയേ. ഞാൻ പാട്ടിനൊന്നും പോവാത്ത സ്വർഗത്തിൽ ഉണ്ടാവും കരുതിയിട്ടാണ്. ഉണ്ടാവൂലേ? അതാണ് ചോദ്യം. അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിൽ പാട്ടുണ്ടാകുമോ? ഇന്നി ഉഹിബ്ബുസ് സമാ, എനിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. നബി തങ്ങൾ പറഞ്ഞു, നാം ഫിൽ ജന്നത്തി സമാ, അതേ സ്വർഗത്തിൽ പാട്ടുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചു, ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലെ പാട്ട് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു. സ്വർഗത്തിൽ എങ്ങനെയുള്ള പാട്ടുകളായിരിക്കും? നബി തങ്ങൾ പറഞ്ഞു, സഹാബ, സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ കാറ്റുണ്ട്. ആ കാറ്റ് സ്വർഗത്തിലേക്ക് പടക്കപ്പെട്ടതാണ്. അള്ളാഹു ആ കാറ്റിനെ വിളിക്കുകയും കാറ്റിനോട് ഒരു പാട്ട് പാടാൻ പറയുകയും ചെയ്യുമ്പോ അസബ് എന്ന് പേരായ മുളകൾ തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശം സ്വർഗത്തിലുണ്ടാകും. ഈ കാറ്റ് ആ മുളങ്കാട്ടിലേക്ക് പ്രവേശിക്കുകയും മുളയുടെ ചില്ലകളെ കൂട്ടിയുരസി മനോഹരമായ ഒരു പാട്ടുണ്ടാക്കുകയും അത് കേട്ടുകൊണ്ട് സ്വർഗമാഗമനം ഇങ്ങനെ ഇളകി മറിയുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അപ്പോൾ ആ സഹാബി വലിയ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടാവുമോ നബിയേ? ഈ ഒരു പാട്ടന്നെ ഉള്ളൂ സ്വർഗത്തിൽ, അതോ വേറെ പാട്ടുണ്ടോ? പറഞ്ഞു, സഹാബ, സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ അല്ലാഹു സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നതാണ്. ശബ്ദം മുഅ്ജിസത്തായി നൽകിയ പ്രവാചകനാണ് സയ്യിദുനാ ദാവൂദ്. മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. മഹാനവറുകൾക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം പദ്യരൂപത്തിലുള്ളതായിരുന്നു. ദാവൂദ് നബിക്ക് ഇറക്കിയ വേദഗ്രന്ഥം പാട്ട് രൂപത്തിലുള്ളതാണ്. മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം വേദപാരായണം ആരംഭിച്ചാൽ പക്ഷികൾ പറക്കാറുണ്ടായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണാം. പക്ഷി പാറില്ല, പക്ഷി ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. വെള്ളം ഒഴുകാറുണ്ടായിരുന്നില്ല. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ശബ്ദം കേട്ടാൽ അത്രയും മാസ്മരികമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിക്കും. പ്രകാശം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസംഗപീഠം കൊണ്ടുവരും. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ ആ പ്രസംഗപീഠത്തിൽ കയറ്റിയിരുത്തും. എന്നിട്ട് ഖുർആൻ ഓതാൻ പറയുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. മനോഹരമായി സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം പാരായണം ചെയ്യുമ്പോ സ്വർഗവും സ്വർഗാവകാശികളും ആഗമനം ഇളകി ആടിക്കളിക്കുന്നതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടാവുമെന്ന് ചോദിച്ചപ്പോ ഈ 2 പാട്ടിനോട് ഇനി പാട്ടുണ്ടോ ചോദിച്ചു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ, സ്വർഗത്തിൽ ഇനിയും പാട്ടുണ്ട്. ലിസാനടുത്തെപ്പോഴും ഇരിപ്പുണ്ട്. താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്. കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്. കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. സഹാബത്തിന്റെ ഒരു പ്രത്യേകത, എന്ത് സാധനം കണ്ടാലും സ്വർഗത്തിലേക്ക് ബന്ധപ്പെടുത്തി ആലോചിക്കും.
ഇത് സ്വർഗത്തിൽ ഉണ്ടാവുന്നാവോ, അത് സ്വർഗത്തിൽ ഉണ്ടാവുന്നാവോ. എത്രകാലം മുളങ്കാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഈ സാധനം സ്വർഗത്തിൽ പാട്ട് പാടാനുള്ളതെന്ന് നമ്മൾ ഉണ്ടാവില്ല. സ്വർഗത്തിലുള്ള വസ്തുക്കളേക്ക് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നല്ല 10-25 ലക്ഷം റുപ്യക്ക് പേരുണ്ടാക്കിയിട്ട് സിറ്റ് ഔട്ടൊക്കെയാണ് കയറിയാൽ, ഡൈനിങ് ഹാളൊക്കെയാണ് കയറിയാല് കബോർഡിലുണ്ടാവും നരകത്തിലുള്ള എല്ലാ സാധനവും, പാമ്പും തേടും ശരി എല്ലാ സാധനവും ഉണ്ടാവും. വരച്ചിടണം മുഴുവൻ. എന്നിട്ട് സ്വർഗത്തിലുള്ള സാധനം ഉണ്ടാക്കി വല്ലാപ്പോ ഓടുണ്ടാക്കിയ ഓടിന്റെ കിണ്ടി ഉണ്ടാവും വട്ടത്ത് അഴുക്കുക. എന്നിട്ട് അങ്ങാടി കൊണ്ടുപോയിട്ട് ഒരു പൊടി ഇട്ട് വരത്തിയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക, വെക്കുക. വെക്കുമ്പോ മനസ്സോട് കരുതണം കിണ്ടി സ്വർഗത്തിൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് വെക്കുന്നത്. കിണ്ടി സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുള്ള സാധനം കംപ്ലീറ്റ് പാക്ക് ചെയ്യണം, മറ്റൊക്കെ എടുത്ത് വച്ചിടണം. അപ്പോഴേ നമുക്ക് സ്വർഗമായിട്ട് മനസ്സുകൊണ്ട് ബന്ധമുണ്ട് എന്ന് വരുന്നുള്ളൂ. വാസ്തവത്തിൽ നമുക്ക് ബന്ധമുണ്ടെന്ന് അവകാശവാദമാണ്, ആണ് ബന്ധമാണില്ല. ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനവും ഇഷ്ടപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം സ്വർഗത്തിലുള്ളതാണ്. ഈ ഇരിക്കണ എല്ലാവർക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിക്കാരം. എന്തേ കാരണം? ഫിറഔന് വരെ മൂസാ നബി അലൈഹി സ്വലാം കുട്ടിയായിരുന്നപ്പോ മടിയിലെത്തി കളിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടം. എന്തേ കാരണം? കുട്ടികൾ സ്വർഗത്തിലുണ്ട്. ഹൃദമത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ. കാലാകാലം സ്വർഗത്തിൽ താമസിക്കുന്ന ചില കുട്ടികൾ അങ്ങിങ്ങായി ഓടി നടക്കുന്നതാണ്. അവരുടെ കയ്യിൽ വെള്ളം കുടിക്കുന്ന കോപ്പകളും കിണ്ടികളും ഉണ്ടായിരിക്കുന്നതാണ്. റോസാപ്പൂ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തേ കാരണം? റോസാപ്പൂ സ്വർഗത്തിലുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് റോസാപ്പൂവിന്റെ വാസനയായിരുന്നു എന്ന് ഇമാമുനാ തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊരു സാധനം ഒരു ഇഷ്ടമുള്ള സാധനം പരിശോധിച്ചാൽ പാമ്പിനെ ആർക്കും ഇഷ്ടമല്ല. എന്തേ കാരണം? അത് നരകത്തിലാണ്. തേളാർക്കും ഇഷ്ടമല്ല. എന്തേ കാരണം? അത് നരകത്തിലാണ്. ഒരാൾക്ക് ഒരു വസ്തുവിനോട് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ അടിസ്ഥാനപരമായി ഇഷ്ടത്തിന്റെ കാരണം അതിന് സ്വർഗവുമായി ബന്ധമുണ്ട് എന്നതാണ്. ഏത് സാധനം പരിശോധിച്ചാലും അങ്ങനെ.